ദേശീയ ഗെയിംസിൽ നിന്നും കളരിപ്പയറ്റിനെ ഇത്തവണ പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുകയാണ്. കോടതി, ഡൽഹി ഹൈക്കോടതി തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു നിർദ്ദേശമിട്ടത്. ഒളിമ്പിക്സ് അസോസിയേഷനോട് ഇത് ഇക്കാര്യം കൃത്യമായി പരിഗണിക്കണം, കളരിപ്പയറ്റിനെ ഒരു മത്സര വിഭാഗത്തിൽ തന്നെ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് കേൾക്കാതെ തന്നെ ഈ ഒളിമ്പിക്സ് അസോസിയേഷൻ ഇതിൻ്റെ സംഘാടകരുമായി മുന്നോട്ട് പോവുകയാണ്. ഈ കളരിപ്പയറ്റിൻ്റെ ഒരു മത്സര ഇനത്തിൽ വരുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ള കാര്യം നമ്മളോട് സംസാരിക്കുന്നത് കളരിപ്പയറ്റിലെ ഗുരുക്കളും ഡൽഹി അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയും കൂടിയായ ഡോക്ടർ സുമേഷ് PB ആണ്. എന്നു മുതലാണ് ഈ കളരിപ്പയറ്റ് ഒരു മത്സര ഇനമായിട്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്നത്? 2015 ദേശീയ ഗെയിംസ് കേരളത്തിൽ നടന്നപ്പോൾ അതൊരു പ്രദർശന ഇനമായിട്ട് അവതരിക്കപ്പെട്ടു 2015. അതിനുശേഷം തുടർച്ചയായി നമ്മൾ 3 വർഷം ഖേലോ ഇന്ത്യകളിൽ കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ലാസ്റ്റ് 37th നാഷണൽ ഗെയിംസ് ഗോവയിൽ വെച്ച് നടന്നപ്പോഴാണ് ആദ്യമായിട്ട് കളരിപ്പയറ്റിന് കോമ്പറ്റീഷൻ ഇവന്റ് ആയിട്ട്. സാധാരണ ഈ കേരളത്തിന്റെ മാത്രമാണല്ലോ ഒരു തനത് ഒരു കളരി അഭ്യാസം കളരിയായിട്ട് വരുന്നത്. ഇതൊരു ദേശീയ തലത്തിൽ ഇതിനൊരു വലിയ പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ടാണോ അങ്ങനെ ഒരു ദേശീയ ഗെയിംസിൽ ഉൾപ്പെടുത്താതിരിക്കുന്നത്? അങ്ങനെ കളരിപ്പയറ്റിനെ പറയാൻ കഴിയില്ല. കഴിഞ്ഞ 37th നാഷണൽ ഗെയിംസ് ഗോവയിൽ വെച്ച് നടന്നപ്പോൾ 16 സ്റ്റേറ്റുകളാണ് ഇന്ത്യയിലെ പങ്കെടുത്തത്. എന്നാൽ ഇപ്രാവശ്യം ഉത്തരാഖണ്ഡിൽ വെച്ച് നടക്കുന്ന നാഷണൽ ഗെയിംസിലേക്ക് പങ്കെടുക്കുവാൻ ഇന്ത്യയുടെ 18 സ്റ്റേറ്റുകൾ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ അത് ജമ്മു കാശ്മീർ മുതൽ കേരളം വരെയുള്ള പലവിധ സ്റ്റേറ്റുകളും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇപ്രാവശ്യത്തെ നാഷണൽ ഗെയിംസിലേക്ക് വരാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. അവർ അതിനുള്ള പ്രയത്നങ്ങളിലാണ്. പക്ഷെ കുട്ടികൾക്ക് ആകെ കൂടിയുള്ള ഒരു നിരാശ എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം ഇതൊരു മത്സര ഇനമല്ല, ഒരു ഡെമോൺസ്ട്രേറ്റ് ഇവന്റ് ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കിത് പറയാൻ പറ്റില്ല കളരിപ്പയറ്റ് സ്പ്രെഡ് അല്ലെന്ന്. കളരിപ്പയറ്റ് സ്പ്രെഡ് അല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം സാധാരണ ഹരിയാനയാണ് കൂടുതലും തുക ചെലവഴിക്കുന്നത് സ്പോർട്സിന്റെ കാര്യത്തിൽ. ഹരിയാനയുടെ ഒരു അഭിപ്രായം എന്താണ്? ഇപ്പോൾ ഈ കളരിപ്പയറ്റിന്റെ മത്സരമിനമാക്കാൻ വേണ്ടി ഒരു മത്സര വിദ്യാർത്ഥി ലാസ്റ്റ് ഇയറിൽ മെഡൽ മേടിച്ചിട്ടുള്ള ഹർഷിത യാദവ് എന്ന് പറഞ്ഞ കുട്ടി ഒരു ഹരിയാന സ്വദേശിയാണ്. അവരാണ് സുപ്രീം കോടതിയിൽ പ്രയറുമായിട്ട് പോയത്. വീണ്ടും തിരിച്ച് ഇന്ത്യയുടെ ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള മാർഷൽ ആർട്ട് ഫോമായിട്ടുള്ള കളരിപ്പയറ്റിനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഹരിയാനയിൽ നിന്നാണ് കോർട്ടിനെ സമീപിച്ചത്. അപ്പം അതിൽ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, കളരി എത്രമാത്രം എല്ലാ സ്റ്റേറ്റുകളിലും അത് സ്പ്രെഡ് ചെയ്തിരിക്കുന്നു. ഓരോ പുതുതലമുറയിലേക്ക് കളരി എങ്ങനെ എത്തുന്നു, എങ്ങനെയാണ് കളരിയെ സംശീകരിച്ചു കൊണ്ടിരിക്കുന്നത്, അവരെങ്ങനെ പ്രചോദനമായിട്ട് കളരിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത്. ഇനിയിപ്പോൾ വിരലിലെണ്ണാവുന്ന ദിവസം മാത്രമാണ് ഈ ദേശീയ ഗെയിംസ് ആരംഭിക്കാനുള്ളത്. ഈ ഒരു സമയത്ത് ഒരു ഉൾപ്പെടുത്താൻ ഇങ്ങനെ ഒരു കോടതി ഉത്തരവുണ്ടെങ്കിൽ പോലും അത് പാലിക്കാൻ പറ്റുമോ? കാര്യം ജഡ്ജിമാരെ കണ്ടെത്തുന്നതുകൊണ്ട് മത്സര വിഭാഗത്തിൽ പലതരത്തിലുള്ള അത്തരം ടെക്നിക്കൽ പ്രോബ്ലംസുകൾ ഇപ്പോൾ നമ്മളെ മുന്നിൽ എനിക്ക് കാണുന്നില്ല. കാരണം ഇതൊരു ഡെമോൺസ്ട്രേറ്റീവ് ഇവന്റ് ആണെങ്കിലും കൂടിയിട്ട് ഇപ്രാവശ്യം ഉത്തരാഖണ്ഡിൽ നടക്കുന്ന നാഷണൽ ഗെയിംസിൽ 200 കുട്ടികളെ, അത് ലാസ്റ്റ് ഇയർ നമുക്ക് 200 കുട്ടികളായിരുന്നു, അത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വേണ്ടതായിട്ടുള്ള ടെക്നിക്കൽ ഒഫീഷ്യൽസ് ലാസ്റ്റ് ഇയർ തന്ന അത്രയും ടെക്നിക്കൽ ഒഫീഷ്യൽസ് നമുക്ക് ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മെഡലുകൾ, അപ്പോൾ എല്ലാ കുട്ടികൾക്ക് താമസിക്കാനുള്ളതും അവിടെ നിൽക്കാനുള്ളതും അതേ ദിവസം തന്നെ അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് കളിക്കേണ്ടതായിട്ടുള്ള എല്ലാ സ്പേസുകളും അതിൻ്റെതായ എല്ലാ എക്യുപ്മെൻസുകളും എല്ലാം അവർ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡെമോയിൽ നിന്ന് കോമ്പറ്റീഷനിലേക്ക് പോകുന്നത് ദൂരം അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രയത്നമില്ല. അത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് എഴുതി വരുന്ന സർട്ടിഫിക്കറ്റുകളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മാത്രം. ഡെമോ എന്ന് എഴുതുമ്പോൾ അത് എഴുതില്ല എന്ന് മാത്രം. പിന്നെ അതൊരു കോമ്പറ്റീഷൻ ഇവന്റ് ആകുമ്പോൾ ഓരോ സ്റ്റേറ്റിൻ്റെ മെഡലിലേക്ക് അത് കൺവേർട്ട് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് അവരുടെ ഫ്യൂച്ചറിൽ ഉപകാരമാണ്. അവർക്ക് അവരുടെ സർക്കാരുകളിൽ നിന്ന് കിട്ടുന്ന സ്കോളർഷിപ്പുകൾ, അവർക്ക് പഠനത്തിന് വേണ്ട സഹായങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് ഒരു ഐഡന്റിറ്റി, നാഷണൽ പ്ലെയർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൻ്റെ നാഷണൽ ഐഡന്റിറ്റി അവർക്ക് ഉണ്ടായി വരും. അപ്പോൾ അത് തീർച്ചയായിട്ടും അതും നാഷണൽ മാത്രമല്ലല്ലോ, കളരി പണ്ടേ ഇല്ല. പിന്നെ കളരിയെ കുറിച്ചിട്ട് കളരി ഒരു നാഷണലി സ്പ്രെഡ് എന്ന് മാത്രമല്ലല്ലോ, കളരി ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആയോധനങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഇന്റർനാഷണലി ഫേമസ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഷാവലിൻ ടെമ്പിളിലുള്ള ബോധിധർമ്മനെ കുറിച്ച് തന്നെ പറയുന്നത് കളരി മാസ്റ്റർ എന്നുള്ള സ്റ്റഡികളാണ് വരുന്നത്. അപ്പോൾ ഇത്രയും പഴക്കമുള്ളതും നമ്മൾ പണ്ടേ എന്ന് പറയുക ഒരു കളരി എന്നുള്ള സമ്പ്രദായം തന്നെ
ഒരു സ്പ്രെഡിങ്ങിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളതും പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ലോകത്തിൻ്റെ പല കോർണറിലും ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് കളരി പ്രാക്ടീസ് നടക്കുന്നു. പിന്നെ കളരിയെക്കുറിച്ച് നല്ല നല്ല പുസ്തകങ്ങൾ വരുന്നു. ഫിലിപ്പ് സെർലി പോലെയുള്ള വലിയ പ്രൊഫസേഴ്സ്, അദ്ദേഹത്തിൻ്റെ ബോഡി ബിക്കം ഐസ് എന്നുള്ളത് വളരെ ഇൻ്റർനാഷണൽ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. പിന്നെ എത്രയോ തീസിസുകൾ ഇറങ്ങുന്നു, എത്രയോ ആർട്ടിക്കിൾസുകൾ ഇറങ്ങുന്നു കളരിയെക്കുറിച്ച്. പിന്നെ കളരിയെ ഒരു ആയോധന കലയായും ഒരു സ്പോർട്സായും അതിൻ്റെ പല ഫിസിക്കൽ സാധ്യതകളെ കുറിച്ചിട്ട് ഇന്റർനാഷണൽ സ്റ്റഡികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള കളരിയെ നമ്മൾ സ്പ്രെഡായില്ല എന്നുള്ളതല്ല പറയേണ്ടത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ യൂത്തിൻ്റെ ഇടയിൽ വളരെയധികം ഒരു ഹരമായിക്കൊണ്ടിരിക്കുകയാണ് കളരിപ്പയറ്റ്. കാരണം അവർക്ക് ഇടയിൽ കളരിപ്പയറ്റിൻ്റെ മൂവ്മെൻറ്റുകളും കളരിപ്പയറ്റിൻ്റെ ചലനാത്മകതയും അതിൻ്റെ സൗന്ദര്യവും ഇപ്പോൾ യൂത്തിൻ്റെ ഇടയിൽ വളരെയധികം ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആയോധന കലയായ കളരിയെ ഒഴിവാക്കി നിർത്താനുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഒരു മേധാവിയായി ഇരിക്കുന്നത് നമ്മുടെ രാജ്യസഭാംഗം കൂടിയായ PT ഉഷയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കളരിപ്പയറ്റിനെ ആയോധന കലയെ ഈ മത്സര ഇനത്തിൽ നിന്നും ഒഴിവാക്കുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് ഇതുവരെ ഒരു കൃത്യമായ ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ PB സുമേഷ് ഗുരുക്കൾ നമ്മളോട് പറഞ്ഞ പോലെ തന്നെ ഇത് കേരളത്തിൻ്റെ ഒരു ആയോധന കലയായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിലും കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. 18 സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ മത്സര വിഭാഗത്തിൽ തന്നെ വരുന്നത്. അതുകൊണ്ട് എത്രയും വേഗം ഈ തരത്തിലുള്ള കോടതി ഉത്തരവിനെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാതെ ഈ കളരിപ്പയറ്റിനെ ഒരു ആയോധന കലയായി ഒരു സ്പോർട്സ് ഇനമായി തന്നെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ അംഗീകരിക്കണം എന്നുള്ളതാണ് കളരി ആരാധകരുടെ നിരന്തരമായിട്ടുള്ള ഒരാവശ്യം. കോടതി ഇക്കാര്യങ്ങൾ അംഗീകരിച്ചിട്ടും അതിന് വിരുദ്ധമായി മുന്നോട്ട് പോകുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. അതുൽ ചന്ദ്രനൊപ്പം D. ധനസുമോദ്, മീഡിയ 1, ഡൽഹി.